ഹായ് ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എല്ലാവരും, നിർമ്മലാണെങ്കിലും എല്ലാവരും വന്ന് നിൽക്കുന്നത്. അത്രത്തോളം നിർമ്മലിനെ സ്നേഹിക്കുന്ന രീതിയിലായിരുന്നു പിങ്കി അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവസാന നിമിഷമായപ്പോൾ നിർമ്മലിനെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ പിങ്കി എത്തി. ഇനി എന്ത് ചെയ്യും? നിർമ്മൽ അത്രത്തോളം ഒരു സ്നേഹവും അനുഭവിക്കാതെ സങ്കടത്തോടു കൂടിയാണ് തന്റെ ജീവിതം ഇത്രയും നാളും കഴിച്ചു കൂട്ടിയത്. ഇനി തനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം, ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച നിർമ്മലിന് വളരെ വേദനിപ്പിക്കുന്ന നിമിഷമാണ് പിന്നീട് നിർമ്മലിനുണ്ടായത്. ആ ഒരു സങ്കടത്തിലാണ് ഇനി എല്ലാവരും. ഇനി എങ്ങനെ നിർമ്മലിനെ ആശ്വസിപ്പിക്കും, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്. ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പിങ്കിയുടെ ഈ ഒരു പ്രവൃത്തി ഒട്ടും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് നന്ദയ്ക്ക്. അങ്ങനെ പിങ്കിയോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ചെന്നത്. എന്നിട്ട് പിങ്കിയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴും ഞാൻ നിർമ്മലിനോട് ഒരിക്കലും സ്നേഹമാണെന്ന് പറഞ്ഞിട്ടില്ല, പ്രണയമാണെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിർമ്മലിനോട് എല്ലാവരോടും പെരുമാറുന്നത് പോലെ പെരുമാറിയെന്നേ ഉള്ളൂ. പക്ഷെ അത് നിർമ്മലാണ് ഒരു തനിക്ക് പ്രണയമാണ് എന്നുള്ള രീതിയിലെടുത്തത്. അതിൽ താൻ ഒരിക്കലും കുറ്റം ചെയ്തിട്ടില്ല എന്നും മാത്രമല്ല ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നന്ദയോട് പിങ്കി ആവർത്തിച്ചു ചോദിച്ചു. എന്നാൽ അവിടെ നീ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ എല്ലാവരും വിചാരിക്കുന്നത് പോലെ എൻ്റെ ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിന് ഞാൻ നിന്ന് തരത്തില്ല എന്നൊക്കെ നീ പറഞ്ഞില്ലേ. ആ ഒരു കൺസിഡറേഷൻ നീ നിർമ്മലിന്റെ കാര്യത്തിലും കാണിക്കണമായിരുന്നു. മാത്രമല്ല നീ നിർമ്മലിനോട് അത്രത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു വന്ന നിർമ്മല് ഇവിടെ വന്നിട്ടാണ് സന്തോഷത്തോടെ ഒന്ന് സംസാരിക്കുകയും കളിച്ചും ചിരിച്ചും നടക്കുന്നത്. ആ നിർമ്മലിന്റെ മനസ്സില് ഓരോ നിമിഷത്തിലും നീ കാരണം, നീ ഒരു പ്രണയത്തിന്റെ രീതിയിൽ നിർമ്മലിനോട് പെരുമാറുമ്പോൾ അത് തനിക്ക് പിങ്കിക്കും തന്നോട് പ്രണയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൊണ്ടാണ് നിർമ്മല നിന്നോട് ഇത്രത്തോളം അടുപ്പം കാണിച്ചത്. അത് മാത്രമല്ല നിർമ്മലിന് നിന്നെ ഇഷ്ടമാണെന്ന് ഇതിനു മുന്നേ തന്നെ നീ മനസ്സിലാക്കിയതാണ്. ഞാൻ നിർമ്മലിനോട് അത് ചോദിച്ചറിഞ്ഞ് എല്ലാവരോടുമായിട്ട് പറഞ്ഞതുമാണ്, നീ അത് മനസ്സിലാക്കിയതുമാണ്. ആ സമയത്ത് വേണമെങ്കിൽ നിനക്ക് ആ സമയത്തൊന്ന് പറയാമായിരുന്നു, ഒരിക്കലും നിർമ്മലിനെ വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, ഞാൻ നിർമ്മലും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പോകത്തില്ല എന്ന് നിനക്ക് ആ സമയത്ത് പറയാമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. പോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെങ്കിൽ പോലും നിനക്ക് നിർമ്മലിനോട് ഇതിനെപ്പറ്റി ഒന്ന് പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിർമ്മൽ ഒരിക്കലും ഇത്രത്തോളം ആഗ്രഹിക്കത്തുമില്ലായിരുന്നു. മാത്രമല്ല നിർമ്മല തന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതിനെ ഇത്രത്തോളം ഹൃദയത്തിന് മുറിവേൽക്കത്തില്ലായിരുന്നു. പക്ഷെ നിന്റെ ഓരോ വാക്കുകളും നിർമ്മലിനെ അത്രത്തോളം വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഒരുപാട് കുറ്റപ്പെടുത്തി നന്ദ സംസാരിച്ചു. എന്നാൽ ഇതെല്ലാം നീ അനുഭവിക്കും. ഒരു നാൾ നിന്റെ മനസാക്ഷി എന്ന് പറയുന്ന കോടതിയിൽ നീ ഉത്തരം പറയേണ്ടി വരും. ഇതിനെല്ലാം നീ അനുഭവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് ഒരുപാട് പിങ്കിയെ ആ ഒരു വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടാണ് നന്ദ അകത്തോട്ട് പോയത്. എന്നാൽ നന്ദ പറഞ്ഞ ഓരോ കാര്യങ്ങളും പിങ്കി അത്രത്തോളം വേദനിപ്പിച്ചു. താൻ കാരണമാണ് നിർമ്മലിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ള ഒരു ചിന്ത പിങ്കിയുടെ മനസ്സിൽ വന്നു. അതിനുശേഷം എന്നിട്ടും പിങ്കി പറയുന്നത്, ഞാൻ സോറി പറയാം, ഞാൻ നിർമ്മലിനോട് സോറി പറയാം, പക്ഷെ ഇത്രത്തോളം ഹൃദയത്തെ വേദനിപ്പിച്ചിട്ട് അവസാനം പോയി ഒരു സോറി പറഞ്ഞാലൊന്നും തീരുന്ന പ്രശ്നങ്ങളല്ല ഇതൊന്നും. ഈ ഒരു ടെൻഷനിലും സങ്കടത്തിലുമാണ് പിങ്കി. ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ കാരണം ഒരാൾ വേദനിച്ചല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നിർമ്മല തൻ്റെ അമ്മയ്ക്കൊപ്പം ഒറ്റപ്പാലത്തേക്ക് പോകുവാണ്. എല്ലാവരോടും യാത്ര ചോദിച്ചു. ഒപ്പം നന്ദയോടും ഗൗതമിനോടും യാത്ര ചോദിക്കുന്നുണ്ട്. നന്ദയോട് ഒരുപാട് യാത്ര ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, മാത്രമല്ല ഞാൻ എൻ്റെ അമ്മയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ വേദനിക്കാൻ തയ്യാറല്ല. എൻ്റെ അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ അമ്മയെ സ്നേഹിച്ച് എൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദയോട് നിർമ്മല് യാത്ര ചോദിക്കുവാണ്. ആ സമയത്തും നീ എന്നോട് യാത്ര ചോദിക്കുന്നില്ലേ എന്ന് ഗൗതം എടുത്തു ചോദിച്ചു. പക്ഷേ എനിക്ക് യാത്ര ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ആ സമയത്തും ഗൗതം സാർ എന്നല്ലേ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കൊരിക്കലും സാറെന്ന് വിളിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഏട്ടനെ പോലെയാണ് ഗൗതമേട്ടൻ, അതുകൊണ്ട് ഏട്ട എന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
എനിക്കൊരിക്കലും മനസ്സിൽ ഒരു കാര്യങ്ങളും വെച്ചിട്ടല്ല, എനിക്ക് ദേഷ്യമൊന്നും ഇല്ല. എനിക്ക് ആ സമയത്ത് ഒരു ദേഷ്യം കൊണ്ട് മാത്രമാണ് ഗൗതമേട്ടനോട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷെ എനിക്ക് മനസ്സിലൊന്നും ഇല്ല എന്നും എനിക്കറിയാം. ഈ അർജുനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഗൗതമേട്ടനാണെന്ന് ഞാൻ ഈ വീട്ടിൽ വന്ന ആ നിമിഷം തൊട്ട് എനിക്കത് മനസ്സിലായതാണ്. മാത്രമല്ല നന്ദ എന്നോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർമ്മലിന്റെ വാക്കുകൾ ഗൗതമിനെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് സന്തോഷിച്ചു. അതുകൊണ്ട് നീ എന്നെ ഏട്ടാന്ന് തന്നെ വിളിച്ചോളൂ, നീ എന്നെ സാറെന്ന് വിളിക്കുകയൊന്നും വേണ്ട, നീ എൻ്റെ അനുജനാണ്, അതുകൊണ്ട് നീ എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി. അങ്ങനെ സന്തോഷത്തോടു കൂടി ഗൗതമേട്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ് നിർമ്മല്. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഇന്ദിവരത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ആ അതിഥികളെത്തി. അതിഥികളെന്ന് പറയുമ്പോൾ പോലീസ് വണ്ടിയിൽ കുറച്ച് പോലീസുകാരും വന്നു. അതിനുശേഷം വണ്ടി നിർത്തി ഗൗതമിനോട് സംസാരിക്കുവാണ്. എന്നാൽ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിർമ്മലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്, നിർമ്മലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും സാഗറിനെ പിടിച്ച് സംസാരിച്ച സമയത്ത് സാഗർ ഞങ്ങളോട് നിർമ്മലിന്റെ പേരാണ് പറഞ്ഞത്, നിർമ്മലിനെ കൊടുക്കുകയാണ് സാഗർ ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ വാറന്റിയും എല്ലാ കാര്യങ്ങളും വാറന്റും ആ ഒരു നിർമ്മലിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് എല്ലാം കൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നും നിർമ്മലിനെ ഞങ്ങൾ കൊണ്ടുപോവാണെന്ന് പറയുവാണ്. എന്നാൽ ഗൗതം ആ സമയത്ത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ അത് സാധിച്ചില്ല. അവസാനം നിർമ്മല് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒപ്പം വന്നോളാം. തന്റെ അമ്മയെ നന്ദയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം നിർമ്മല വണ്ടിയിൽ കയറിപ്പോയി, പോലീസ് വണ്ടിയിൽ കയറിപ്പോയി. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട പിങ്കിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിർമ്മലിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് അറിഞ്ഞ പിങ്കിക്ക് അത്രത്തോളം വേദനയായിരുന്നു. അങ്ങനെ ഓടി വന്ന് നിർമ്മലിനെ കാണാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല. പോലീസ് വണ്ടി എടുത്തോണ്ട് പോയി. പിങ്കി ഒരുപാട് പൊട്ടി കരഞ്ഞു. നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. ഗൗതമിന്റെ സുപ്പീരിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചു. എന്നാൽ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം, സാഗറിനെ രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് എന്നെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിൽ പോയാലും അപ്പോൾ ആ ACP തന്നെ പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഒരുപാട് കേസ് നിന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞപ്പോഴും നിർമ്മല് പറഞ്ഞ കാര്യം, എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരെ മൂക്കിലിടിച്ച് പരത്തിയും അല്ലെങ്കിൽ പാവങ്ങളുടെ കഞ്ഞിയിൽ കല്ലെടുത്തിടാൻ വേണ്ടിയിട്ട് നോക്കുന്ന അവരെയും അല്ലാതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചവരെ മാത്രമേ, അതിന്റെ പേരിൽ മാത്രമേ എൻ്റെ പേരിൽ കേസുള്ളൂ എന്നും അല്ലാതെ മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരി ജീവിക്കുന്ന ഒരു കേസ് പോലും എൻ്റെ പേരിലില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു കേസ് പോലും എൻ്റെ ജീവിതത്തിൽ, അങ്ങനെ ഒരു കേസ് പോലും എൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്ന് നിർമ്മല് പറഞ്ഞു. അവസാനമായിട്ട് നിർമ്മല് ചോദിച്ച ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിർമ്മല അങ്ങനെ പറഞ്ഞ നിർമ്മലിന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് അവിടെ നിന്ന് എല്ലാവരും സങ്കടപ്പെട്ടു. ഞാൻ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ജീവിച്ചു വന്നത്, എനിക്കൊരുപാട് സങ്കടമുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ച് അമ്മയ്ക്കൊപ്പം ജീവിക്കണമെന്ന് എനിക്കൊരു ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അത് തല്ലിക്കെടുത്തരുത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കണം. ആ സമയത്തും അവർ പറഞ്ഞ കാര്യം, ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? പക്ഷേ ആ പോലീസുകാരനോട് നിർമ്മല പറഞ്ഞത്, ദൈവമാണ് സത്യം, ദൈവത്തെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. ആ സമയത്ത് ഗൗതം അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ സമയത്ത് തന്നെയാണ് ഗൗതമിന്റെ മുന്നിൽ വെച്ച് നിർമ്മലിനോട് ആ സത്യം സുപ്പീരിയർ ഓഫീസർ തുറന്നു പറഞ്ഞു. ഞാനിവിടെ നിന്നെ കൊണ്ടുവന്നത് വേറൊന്നിനുമല്ല, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു കള്ളക്കേസിൽ കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ബോധിപ്പിച്ച് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ ഈ കേസിൽ പ്രതിയല്ല, നിന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഗൗതമ് ഈ ഒരു സാഗറിനെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നാലെ തന്നെ നിർമ്മലും ഈ ഒരു കേസിൽ പ്രതിയാകുമെന്ന് പറഞ്ഞപ്പോൾ സാഗറിന്റെ എല്ലാ ചതിയും പൊളിച്ചടുക്കി നിനക്ക് വേണ്ടിയിട്ട് വാദിച്ചതും നിനക്കെതിരെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും മറ്റുള്ളവർക്ക് മുന്നിൽ ഈ ഒരു കാര്യം നിർമ്മൽ എത്രത്തോളം നിരപരാധിയാണ് എന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുത്തതും ഗൗതമാണ് നിനക്ക് വേണ്ടിയിട്ട് വാദിച്ചു നിന്നത്. അഥവാ നിങ്ങൾ നിർമ്മലിനെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പോലീസുകാർക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് വരെ ഗൗതം പറഞ്ഞു ബോധ്യപ്പെടുത്തി നിന്നെ ഈ കേസിൽ നിന്ന് മൂരുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നിർമ്മലിന് ഒരുപാട് സന്തോഷം തോന്നി, മാത്രമല്ല സങ്കടവും തോന്നി. അതിനപ്പുറം അവസാനമായിട്ട് നിർമ്മല് പറഞ്ഞ കാര്യം, നിർമ്മല്
നീയും നിർമ്മലും തമ്മിൽ എന്താണ് ബന്ധമെന്ന് യഥാർത്ഥത്തിൽ ഗൗതം തന്നെ അവസാനം പറഞ്ഞു. ഗൗതം പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഗൗതം ഇത്രയാണ് പറഞ്ഞത്. എന്നിട്ട് അത് അവിടെ സുപ്പീരിയർ ഓഫീസർ തന്നെ പറയാതെ ഗൗതമിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഹീസ് മൈ ബ്രദർ. എനിക്ക് അർജുനെ നഷ്ടപ്പെട്ടതിന് ശേഷം അർജുന് പകരം എനിക്ക് കിട്ടിയ എൻ്റെ അനുജനാണ് നിർമ്മല്. അവനെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഗൗതം ആ ഒരു അന്ന് പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിച്ചപ്പോൾ നിർമ്മലിന് സഹിക്കാൻ പറ്റിയില്ല. തന്നെ ഒരു അനുജനായിട്ടാണ് ഗൗതം കണ്ടത് എന്നുള്ളൊരു ആ ഒരു വാക്കുകൾ നിർമ്മലിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഗൗതമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ് നിർമ്മല്. ആ സമയത്തും ഗൗതമിന് ഓർമ്മ വന്നത് അന്ന് അർജുൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന അർജുനും താനും കണ്ടപ്പോൾ അർജുൻ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗമാണ് തനിക്ക് ഓർമ്മ വന്നത്. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക? ഓരോ തവണയും നിർമ്മലിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടും നിർമ്മലിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ശ്രമിച്ചപ്പോഴും ഗൗതം നിർമ്മലിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്, തന്റെ അനിയനായിട്ട് കാണുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക? പിങ്കിയുടെയും നിർമ്മലിന്റെയും ഗൗതമിന്റെയും നന്ദയുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.